ഭൂമിയിൽ ജനിച്ച് തൻ്റെ കടമകൾ വേണ്ട വിധം ചെയ്തു തീർത്ത ഒരാൾ പിന്നെയും ഭൂമിയിൽ ജീവിച്ച് ഭൂമിക്ക് ഭാരമാവുന്നത് ധർമ്മമാണോ? ഇതൊരു വല്ലാത്ത ചോദ്യ. ഭൂമിയിൽ ജനിച്ചു, തൻ്റെ കടമകൾ വേണ്ട വിധം ചെയ്തു തീർത്തു. അങ്ങനെയുള്ള ഒരാൾ ചെയ്തു തീർത്തു, അയാൾ ഒരിക്കലും ഭൂമിക്ക് ഭാരമാവില്ല. കടമകൾ ചെയ്തു തീർത്തു എന്ന കൃതാർത്ഥതയുള്ള ഒരാൾ, ജീവിതത്തിൽ കൃതാർത്ഥതയുള്ള ഒരാൾ ചുറ്റുപാടും ആനന്ദത്തെ പ്രസരിപ്പിക്കുന്ന ആളായിരിക്കും. ഒരു കൃതാർത്ഥതയിലേക്ക് ഉയർന്ന വ്യക്തി സ്വയം ആനന്ദിയായിരിക്കും, തൻ്റെ ചുറ്റും ആനന്ദം പ്രസരിപ്പിക്കും. കൃതാർത്ഥനാണെങ്കിൽ, അതാണല്ലോ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അയാൾ ഒരിക്കലും ഭാരമല്ലാവുക, മനുഷ്യ സമൂഹത്തിൻ്റെ, വ്യക്തികളുടെ മനസ്സിൻ്റെ ദുഃഖഭാരത്തെ ഇല്ലാതാക്കുന്ന ആളായിരിക്കും. പറഞ്ഞത് വ്യക്തമാണെന്ന് വിചാരിക്കുന്നു. കൃതാർത്ഥനാണെങ്കിൽ, കൃതാർത്ഥനാണെന്ന് വെറുതെ പറഞ്ഞുകൊണ്ട് പ്രയോജനമില്ല, അതും പറയാലോ. കിട്ടില്ല എന്ന് കണ്ടപ്പോൾ എനിക്കത് വേണ്ടാന്നൊക്കെ പറയാലോ. പുളിക്കുന്നുണ്ടെന്നേ, അത് വേണ്ട എന്ന്. അതുകൊണ്ട് അർത്ഥമില്ല. കൃതാർത്ഥനാണെങ്കിൽ അയാൾ ആനന്ദത്തിൽ വിലയിക്കും, അയാൾ ചുറ്റുപാട് ആനന്ദത്തെ പ്രസരിപ്പിക്കും. അയാളുടെ ജീവിതം ധന്യമായ ജീവിതം ഭൂഭാരം ഇല്ലാതാക്കുന്നതായിരിക്കും. 2, നമ്മളൊക്കെ തന്നെ പ്രാരബ്ധം ശേഷിക്കുന്ന കാലത്തോളം ജീവിച്ചേ മതിയാവും. പ്രാരബ്ധം ഏത് നിമിഷം തീർന്നോ ആ നിമിഷം നമ്മുടെ സ്ഥൂല ശരീരം പോകും. പിന്നെ ഒരു നിമിഷം ഇരിക്കില്ല. ജ്ഞാനിയായാലും അജ്ഞാനിയായാലും, പണ്ഡിതനായാലും പാമരനായാലും, പ്രാരബ്ധം ശേഷിക്കുന്ന കാലത്തോളമാണ് നമ്മളൊക്കെ ജീവിക്കുക. അത് ജീവിച്ചേ ഒക്കൂ. അപ്പൊ പിന്നെ ഭാരമാവാതിരിക്കുക, അതേ കഴിയൂ. ഭാരമാവാതിരിക്കാൻ എന്ത് വേണം? സ്നേഹിക്കുക, സേവിക്കുക, നമ്മളാൽ കഴിയുന്ന സൽക്കർമ്മങ്ങൾ ചെയ്യുക, എല്ലാവരെയും സ്നേഹിക്കുക, അതേ സാധിക്കൂ. അപ്പോൾ ഒരു ഭാരം ഉണ്ടാവില്ല. ഈ ഭാരം എന്ന് പറഞ്ഞാൽ സ്ഥൂലമല്ലല്ലോ. നമ്മൾ ഇരിക്കുന്നത് കൊണ്ട് ഭൂമിക്ക് ഭാരം ഇല്ല. ഉണ്ടോ? നമ്മൾ ആരെങ്കിലും ഇരിക്കണോണ്ട് ഭൂമിക്ക് ഭാരം ഉണ്ടോ? ഇല്ല. എന്താ കാരണം? നമ്മൾ ചത്താലും ഭൂമി തന്നെയാ. ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി എന്നിവ വേർപെട്ടാലും ഭൂമി തന്നെയാ. ഇത് കൂടണം കുറയണമില്ല. ഇതൊരു ഈ കൊച്ചു കുട്ടികൾ ഈ ചില പ്ലാസ്റ്റിക്കിൻ്റെ ചില കട്ടകൾ ഉപയോഗിച്ചിട്ട് കെട്ടിടങ്ങൾ, പാലങ്ങൾ, വണ്ടികൾ, അത് ഇതൊക്കെ ഉണ്ടാക്കാറുണ്ട്. ചിലപ്പോൾ കൂടി ഒക്കെ തട്ടിപ്പറിച്ച് വലിച്ചെറിയും. എന്നിട്ട് രണ്ടാമത് എടുത്ത് വീണ്ടും ഉണ്ടാക്കും. അതുകൊണ്ട് എണ്ണം കൂടണമില്ല കുറയണമില്ല. ഇവിടെയുള്ള സാധനം ഇവിടെ എടുത്ത് വെച്ചുകൊണ്ട് ഭാരം കൂടണമില്ല കുറയണമില്ല. ഇത് ഘടകങ്ങളായി വേർപിരിച്ചു. ഒരു ആള് ഒരു ടംബ്ലറിൽ പച്ചവെള്ളം എടുത്തു, കുറച്ച് ചായപ്പൊടി അതിലിട്ടു, തിളപ്പിച്ചു, പഞ്ചസാര ഇട്ടു, ഒരു ടംബ്ലറിൽ ഒഴിച്ചു. ആ ടംബ്ലറിലുള്ള വസ്തുവിൻ്റെ ഭാരം കൂടിയിട്ടുണ്ട്, കാരണം അതിൽ ചായപ്പൊടിയും പഞ്ചസാരയും വന്നിട്ടുണ്ട്. പക്ഷെ ടേബിളിൽ ഭാരം കൂടിയിട്ടുണ്ടോ? ഇല്ല. കാരണം ഈ 3 ആദ്യം വെവ്വേറെ ഉണ്ടായിരുന്നു, വെവ്വേറെ ഉള്ളത് ഒന്നായി, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് കൂടിയിട്ടില്ല. അത് വേർപിരിച്ചു, ഒട്ട് കുറയണമില്ല. അപ്പൊ ഭൂഭാരം എന്ന് പറഞ്ഞാൽ അത് സ്ഥൂലമല്ല, ബാഹ്യമല്ല. മറിച്ച് നമ്മുടെയൊക്കെ മനസ്സിൻ്റെ വൃത്തികൾ ഈ ലോകത്തിന് നമ്മൾ ഉപദ്രവകാരികളാണോ എന്നുള്ളത്, അതാണ് ഭാരം. അങ്ങനെ ആവാതിരിക്കുക, അതേ കഴിയൂ.